ഡിയർ ഫ്രണ്ട്സ്, ക്വാണ്ടം കെമിസ്ട്രി കൂടുതലായിട്ട് പഠിക്കുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് തിയറിയാണ് ഡി ബ്രോളീസ് തിയറി ഓഫ് മാറ്റർ വേവ്സ്. ഒരു നിശ്ചലമായ ഒരു കുളം, അവിടുത്തെ ജലം ശ്രദ്ധിക്കുക. ആ ജലത്തിൻ്റെ നിശ്ചലമായ ഉപരിതലത്തിൽ നമുക്ക് ഓളങ്ങൾ അദൃശ്യമാണ്. എന്നാൽ നമ്മൾ ആ കുളത്തിലേക്കൊരു കല്ലെടുത്തിടുമ്പോഴേക്ക് ആ ഓളങ്ങൾ ദൃശ്യമാവും. അപ്പോൾ ആ ഓളങ്ങൾ ഒരു വേവ് മോഷനാണ്. അപ്പോൾ ഈ വേവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു, അവിടെ തന്നെ ജനറേറ്റ് ചെയ്തതാണ്. സോ ദാറ്റ് വേവ് ഈസ് അസോസിയേറ്റഡ് വിത്ത് ദി ലിക്വിഡ് വാട്ടർ പ്രസൻറ്റ് ദെയർ. അപ്പോൾ ഇത് വാട്ടർ ആയതുകൊണ്ട്, ലിക്വിഡ് സ്റ്റേറ്റിലായതുകൊണ്ട് നമുക്ക് ഈ ഓളങ്ങളെ വ്യക്തമായിട്ട് കാണാം. നിലയ്ക്കാത്ത ഈ ഓളങ്ങൾ ആ വാട്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ഇരിക്കുന്നതാണ്. ഡി ബ്രോളി എന്ന മഹാനായ ശാസ്ത്രജ്ഞൻ ഇതുപോലെ മാറ്ററിൻ്റെ എല്ലാ സ്റ്റേറ്റിലും മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്ത ഒരു വേവ് ഉണ്ടെന്ന് മനസ്സിലാക്കി. എന്നാൽ സോളിഡ്സിൽ, പ്രത്യേകിച്ച് ഹെവിയർ സോളിഡ് ആകുമ്പം ഈ വേവ് ക്യാരക്ടർ കുറഞ്ഞിരിക്കും. കാരണം അതിന് കൂടുതലും ലോക്കലൈസ്ഡ് ക്യാരക്ടർ ആയിരിക്കും, മെറ്റീരിയൽ പ്രോപ്പർട്ടി ആയിരിക്കും കൂടുതലായിട്ടുള്ളത്. പക്ഷേ പാർട്ടിക്കിളിൻ്റെ സൈസ് കുറഞ്ഞു വരിക, അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റ് വളരെ വളരെ ചെറുതായി സബറ്റോമിക് ലെവലിലേക്ക് വരിക, ഇലക്ട്രോൺ പോലെ ഒരു പാർട്ടിക്കിളിലേക്ക് വരുമ്പോൾ, അപ്പോൾ അവിടെ ഇലക്ട്രോണിൻ്റെ മാസ് വളരെ കുറവാണ്. നെഗ്ലിജിബിൾ മാസ് എന്നാണ്, നമ്മൾ ന്യൂക്ലിയസിൻ്റെ മാസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നെഗ്ലിജിബിൾ മാസ്സാണ് ഇലക്ട്രോണിനുള്ളത്. അപ്പോൾ ഇത്രയും ചെറിയ മാസുള്ള ഇലക്ട്രോൺ പോലെയുള്ള പാർട്ടിക്കിൾസിന് അതിൻ്റെ പാർട്ടിക്കിൾ നേച്ചർ കുറവായിരിക്കും. അവിടെ കൂടുതലും വേവ് ക്യാരക്ടറാണ്. അപ്പം അതിൻ്റെ മാസ് റിലേറ്റഡ് ആണ് അതിൻ്റെ വേവ് പ്രോപ്പർട്ടി. സോ ഫോർ സ്മോളർ പാർട്ടിക്കിൾസ് ദ വേവ് ക്യാരക്ടർ ഈസ് പ്രിഡോമിനേറ്റിംഗ്. ആൻഡ് ഫോർ ലാർജർ ഓബ്ജക്ട്സ്, ഭൂമി പോലെയുള്ള ഹെവിയർ ഓബ്ജക്ട്സിന് അതിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ പാർട്ടിക്കിൾ നേച്ചർ അല്ലെങ്കിൽ ലോക്കലൈസ്ഡ് നേച്ചറാണ് കൂടുതലായിട്ട് പ്രകടമാവുന്നത് അല്ലെങ്കിൽ പ്രിഡോമിനേറ്റ് ചെയ്യുന്നത്. ഭൂമിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ മാസ് വളരെ നെഗ്ലിജിബിളും വെലോസിറ്റി വളരെ കൂടുതലുമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇലക്ട്രോണിന് വേവ് ക്യാരക്ടറായിരിക്കും കൂടി നിൽക്കുന്നത്, ഭൂമിക്ക് പാർട്ടിക്കിൾ ക്യാരക്ടർ. ഇങ്ങനെ ഓരോ മെറ്റീരിയലുമായിട്ട്, ഓരോ പാർട്ടിക്കിളുമായിട്ട്, ഓരോ ഒബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ മാറ്ററുമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വേവ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയത് ഡി ബ്രോളിയാണ്. വേവ് ലെങ്ത് അസോസിയേറ്റഡ് വിത്ത് ദിസ് മാറ്റർ വേവ്സ് ഈസ് എക്സ്പ്രസ്ഡ് ആസ് ലാംഡ ഇസ് ഈക്വൽ ടു h/mv. h is the Planck's constant. Lambda is the wavelength of the matter wave associated with a matter of mass m and velocity v. ഇപ്പോൾ മനസ്സിലായില്ലേ? ഉൾക്കടലിൽ നിശബ്ദമായിരിക്കുമ്പോഴും തീരങ്ങളിൽ തിരയടിച്ചാർക്കുന്ന സമുദ്രത്തെ പോലെ എല്ലാ മെറ്റീരിയൽസിനും ഒരു നിശ്ചല സ്വഭാവം, ഒരു പാർട്ടിക്കിൾ നേച്ചർ, ഒരു ലോക്കലൈസ്ഡ് നേച്ചറും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു വേവ് ക്യാരക്ടറും അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഭാരം കൂടുന്നതനുസരിച്ച് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വ്യത്യാസപ്പെടും. ഇത് കൂടുതലായിട്ട് വ്യക്തമാണെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം തന്നെ നോക്കാം. നമ്മൾ വലുതാകും തോറും നമ്മുടെ മൂവ്മെൻറ്റ്സ് കുറയുകയാണ്, നമ്മൾ കൂടുതലും ലോക്കലൈസ്ഡ് ആണ്, എവിടെയെങ്കിലും ഇരിക്കും. എന്നാൽ കുഞ്ഞു കുട്ടികളോ, അവർ എപ്പോഴും ഒരു ചിത്രശലഭത്തെ പോലെ പാറി നടക്കും, തുള്ളിച്ചാടി നടക്കും. മാസ് കുറവാകുമ്പോൾ വേവ് ക്യാരക്ടർ കൂടുതൽ, മാസ് കൂടുന്നതനുസരിച്ച് ഒരിടത്ത് സ്ഥിരമായിരിക്കുന്നു, ലോക്കലൈസ്ഡ് ആകുന്നു. ഓക്കെ, ഇത്തരം അറിവുകൾ ഇലക്ട്രോണുകളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറ്റി ഇലക്ട്രോണുകൾ നിശ്ചിത പഥമേഖലകളിൽ സഞ്ചരിക്കുന്ന പാർട്ടിക്കിൾ അല്ലെന്നും, ഇലക്ട്രോൺ തന്നെ ഒരു വേവ് പോലെ ന്യൂക്ലിയസിന് ചുറ്റും ഒരു നിശ്ചിത റീജിയണിൽ, ഒരു സ്പേസിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു മേഘപടലം പോലെയാണ് എന്നും, അതിനെ നമ്മൾ ഇലക്ട്രോണിക് ക്ലൗഡ്, ആ ഇലക്ട്രോണിനെ കണ്ടെത്താനുള്ള ന്യൂക്ലിയസിന് ചുറ്റിനും ഉള്ള ആ ഒരു പ്രോബബിലിറ്റി റീജിയണിനെ നമ്മൾ ഓർബിറ്റലെന്നും വിളിച്ചു തുടങ്ങി. ഇലക്ട്രോണിൻ്റെ ഈ ഡീലോക്കലൈസ്ഡ് നേച്ചറിനെ തുടർന്ന് നമുക്ക് ശാസ്ത്രത്തിന് വളരെ വലിയ ഒരു സംഭാവനയാണ് ഹൈസൻബർഗ് തൻ്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിലൂടെ നൽകിയത്. ഇനി നമുക്ക് അത് എന്താണെന്ന് പരിശോധിക്കാം.
സബറ്റോമിക് പാർട്ടിക്കിൾസിനെ കുറിച്ചുള്ള സ്റ്റഡീസിൽ നമുക്കതിൻ്റെ പൊസിഷൻ, അതിൻ്റെ വെലോസിറ്റി, അതിൻ്റെ എനർജി, ആ എനർജി മെഷർ ചെയ്യുന്ന ടൈം, ഇതെല്ലാം അറിയേണ്ടി വരും. അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നമ്മൾ പൊസിഷൻ കറക്റ്റായിട്ട് നിശ്ചയിക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി മാറിയിരിക്കും. എന്നാൽ വെലോസിറ്റിയാണ് കറക്റ്റായിട്ട് തീരുമാനിച്ചതെങ്കിൽ അതിൻ്റെ പൊസിഷൻ മാറിയിരിക്കും. അപ്പോൾ ഒരേ സമയം നമുക്ക് പൊസിഷനും വെലോസിറ്റിയും ഒരുപോലെ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സത്യം മനസ്സിലാക്കി. സോ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു ഡിറ്റർമിൻ simultaneously and precisely the position, the exact position and the exact velocity or momentum of a subatomic particle. Or more correctly, we can say that delta x into delta p is greater than or equal to h by 4 pi. ഈ അൺസർട്ടൻറ്റിയുടെ പ്രോഡക്റ്റ് ഒരിക്കലും h/4πയേക്കാളും കുറയില്ല. സോ ഡെഫിനറ്റ്ലി ദർ വിൽ ബി ആൻ അൺസർട്ടൻറ്റി ഇൻ momentum and position of a subatomic particle. So we cannot simultaneously determine the exact position and velocity. So we cannot determine the accurate position and velocity together at the same time. If we determine position accurately, velocity will be different and vice versa. പൊസിഷനിലെ അൺസർട്ടൻറ്റി ഒന്നുകൂടി വ്യക്തമായി മനസ്സിലാക്കാനായിട്ട് നമുക്കൊന്ന് ഇമാജിൻ ചെയ്യാം. ഇവിടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പോണ്ടിലെ വാട്ടറിലേക്ക് ഒരു പൂവിതളോ ഒരു തൂവലോ ഇട്ട് നോക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ഫോട്ടോ എടുക്കാനായിട്ട് ക്യാമറ ഫോക്കസ് ചെയ്യുന്നു. നമ്മൾ എവിടെയാണോ അത് ഇട്ടത് അതിൻ്റെ ഫോട്ടോ എടുക്കുമ്പോഴേക്കും അതിൻ്റെ പൊസിഷൻ മാറിയിരിക്കും. ഇനി നമ്മൾ നോക്കുന്നത് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളും ഡി ബ്രോളീസ് തിയറിയുമായിട്ടുള്ള കണക്ഷനാണ്. ഡി ബ്രോളീസ് തിയറി ഓഫ് മാറ്റർ വേവ്സ് അനുസരിച്ച് വേവ് ഓൾവേസ് ഡീലോക്കലൈസ്ഡ് ആണ്. അങ്ങനെയുള്ള ഒരു ഡീലോക്കലൈസ്ഡ് ക്യാരക്ടർ കൊണ്ട് നമുക്കതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ കഴിയില്ല. എന്നാൽ അൺസർട്ടൻറ്റി പ്രിൻസിപ്പിൾ പറയുന്നത് പൊസിഷൻ കറക്റ്റായിട്ട് കാണുകയാണെങ്കിൽ വെലോസിറ്റിയിൽ അൺസർട്ടൻറ്റി ഉണ്ടാവും. വെലോസിറ്റി കറക്റ്റായിട്ട് ഡിറ്റർമിൻ ചെയ്താൽ പൊസിഷനിൽ ഇനാക്യുറസി ഉണ്ടാകും. നമുക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി ഗിവ്സ് മൊമെൻറ്റം. അപ്പോൾ വെലോസിറ്റിയിലുണ്ടാകുന്ന അൺസർട്ടൻറ്റി മൊമെൻറ്റത്തിലും റിഫ്ലക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് അൺസർട്ടൻറ്റി പ്രിൻസിപ്പിളിൽ നമ്മൾ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എന്ന് എടുത്തത്. ഇനിയും ഇതേ ഒരു അൺസർട്ടൻറ്റി, ഈ പെയർ ഓഫ് പ്രോപ്പർട്ടീസിലുണ്ടാകുന്ന അൺസർട്ടൻറ്റിയുടെ പ്രോഡക്റ്റ് h/4πയേക്കാളും കൂടുതലായിരിക്കും, അല്ലെങ്കിൽ അത്രയെങ്കിലും ഉണ്ടാകുമെന്നുള്ള കൺസെപ്റ്റ് വീണ്ടും എനർജി ആൻഡ് ടൈമിലും ബാധകമാണ്. അപ്പോൾ ഡെൽറ്റ ഇ ഇൻറ്റു ഡെൽറ്റ ടി ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു h/4π എന്നും വരും. അങ്ങനെ ഇലക്ട്രോണിൻ്റെ യഥാർത്ഥ സ്വഭാവം ഒരു പാർട്ടിക്കിളിൻ്റെ തലത്തിൽ നിന്നും ഒരു വേവ് അല്ലെങ്കിൽ ഡീലോക്കലൈസ്ഡ് ഒരു ഫീലിംഗ് പോലെ, ഒരു പ്രോബബിലിറ്റി പോലെ, ഒരു ക്ലൗഡ് പോലെ, അങ്ങനെ നമ്മൾ ഇലക്ട്രോണിക് ക്ലൗഡ് എന്ന പ്രയോഗത്തിൽ എത്തിച്ചേർന്നു. ഇത്തരം അറിവുകളാണ് യഥാർത്ഥത്തിൽ വേവ് മെക്കാനിക്കൽ മോഡൽ ഓഫ് ആറ്റത്തിൻ്റെ അടിസ്ഥാനം. ഡിയർ ഫ്രണ്ട്സ്, ഈ ഡിസ്കഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.